പലരും അൾട്രാ ഹൈ ഡെൻസിറ്റി പ്ലാന്റിംഗ് എന്ന് കേട്ടിട്ടുണ്ടാവും. അത് ആ രീതിയിൽ വരുമ്പോൾ നമുക്ക് ഒരേ ഏക്കറിൽ ഏകദേശം 1200 മുതൽ 2000 ചെടികൾ വരെയാണ്. മാവ് പോലും നമുക്ക് ആ രീതിയിലാണ് കൃഷി ചെയ്തിട്ട് പലരും ഇന്ത്യ തന്നെ വളർത്തി കായ്പിച്ചെടുക്കുന്നത്. കുറച്ച് കാലക്രമേണ അത് വളർന്നു പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അത് ഈ പറഞ്ഞ 2 മീറ്റർ പ്രിൻസിപ്പിൾ മനസ്സിൽ വെച്ചോ. അല്ല, നമ്മൾ വളർത്താതെ പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചെറുതായിട്ട് നിർത്തി കായ്പിക്കാനും പറ്റുന്ന ഒരു സാധനമാണ് മാവ്. പക്ഷേ അതിനകത്ത് സെലക്ട് ചെയ്യുന്ന മാവുകൾ നമ്മൾ കൃത്യമായിട്ട് പ്രിക്കോഷ്യസ് ആയിട്ട് വേണം സെലക്ട് ചെയ്യാൻ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജാഫ് ഫൗണ്ടറീസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറേ ആൾക്കാരുടെ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരവാണ്. നമുക്ക് 10 ചെടികൾ, 10 ഫ്രൂട്ട് പ്ലാന്റ്സിന്റെ തൈകൾ വെറും 1 സെന്റിൽ ഏത് രീതിയിൽ നട്ട് വളർത്തി കായ്പിച്ചെടുക്കുക എന്നുള്ള കാര്യമാണ്. അതിന്റെ കൂടെ നമുക്ക് ഈ ചെറിയൊരു ഏരിയയിൽ നടാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 10 ചെടികളെ കുറിച്ച് റെക്കമെൻഡും കൂടെ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. അപ്പം വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ചെറിയ ഗ്യാപ്പിന് ശേഷമാണ് ഇന്നൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇടാത്തത് എന്താണെന്നൊക്കെ ചോദിച്ച് കുറേ മെസ്സേജുകൾ നമുക്ക് വാട്സപ്പിൽ കൂടിയും അത് ഫേസ്ബുക്കിൽ കൂടിയും യൂട്യൂബിൽ കൂടി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതിനൊക്കെ ഉള്ള നല്ല നല്ല വീഡിയോസ്, നമ്മൾ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ട് വീഡിയോസ് നമ്മുടെ ചാനലിൽ കൂടെ വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലിൽ ഒന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ കുറേ ഫ്രൂട്ട് പ്ലാന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ചെടികൾ എങ്ങനെ വളർത്താം, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, ഏത് രീതിയിൽ നല്ല രീതിയിൽ കായ്പിച്ചെടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ കുറേ അധികം വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൽ കയറി വീഡിയോസ് എല്ലാം ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ 1 സെന്റിൽ എത്രത്തോളം ഫ്രൂട്ട് പ്ലാന്റ്സ് നമുക്ക് അക്കോമഡേറ്റ് ചെയ്ത് നല്ല രീതിയിൽ വളർത്തി കായ്പിച്ചെടുക്കുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ പലരും അൾട്രാ ഹൈ ഡെൻസിറ്റി പ്ലാന്റിംഗ് എന്ന് കേട്ടിട്ടുണ്ടാവും. അത് ആ രീതിയിൽ വരുമ്പോൾ നമുക്ക് ഒരേ ഏക്കറിൽ ഏകദേശം 1200 മുതൽ 2000 ചെടികൾ വരെയാണ്. മാവ് പോലും നമുക്ക് ആ രീതിയിലാണ് കൃഷി ചെയ്തിട്ട് പലരും ഇന്ത്യ തന്നെ വളർത്തി കായ്പിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് കുറേ രീതികളുണ്ട്. ഓരോ രീതികളും നമ്മൾ ഫോളോ ചെയ്ത് അത്രയ്ക്ക് കൃത്യമായിട്ട് പുറകെ നടന്നാൽ മാത്രമേ നമുക്ക് ആ രീതിയിൽ നമുക്ക് വളർത്തി കായ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നുള്ളൂ. പക്ഷേ നമുക്ക് ഈ 2000 പ്ലാന്റ്സ് അവിടെ നിൽക്കട്ടെ, നമ്മൾ 1000 പ്ലാന്റ്സ് ഒരു ഏക്കറിൽ വരുന്ന പോലെ ചിന്തിച്ചാൽ തന്നെ നമുക്ക് 1 സെന്റിൽ 10 ചെടികൾ സുഖമായിട്ട് നമുക്ക് വളർത്തി കായ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിനായിട്ട് സെലക്ട് ചെയ്യുന്ന ഫ്രൂട്ട് പ്ലാന്റ്സ് അതിന് സ്യൂട്ടബിൾ ആണെന്ന് ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ അതിന്റെ പുറകെ നമുക്ക് കുറച്ച് മെനക്കെട്ടിട്ട് നമുക്ക് ഇറങ്ങേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് ഓരോ മാസവും നമുക്ക് കൃത്യമായിട്ട് പ്രൂണിങ്ങും ട്രെയിനിങ്ങും നടത്തിയാൽ മാത്രമേ ഈ രീതിയിൽ നമുക്ക് ചെറിയ ഏരിയയിൽ തന്നെ മാവാണെങ്കിലും ഏത് ഫ്രൂട്ട് പ്ലാന്റ് ആണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ നിന്നിട്ട് കായ്ച്ചു കിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എടുക്കുന്ന ഈ 10 ചെടികളിൽ ഒരു 6-7 ചെടികൾ നമ്മൾ പ്രൂണിങ് അധികം ഇല്ലെങ്കിൽ പോലും നല്ല രീതിയിൽ നിൽക്കുന്നതാണ്. എന്നാൽ ചെറുതായിട്ടുള്ള പ്രൂണിങ്ങൾ നമ്മൾ നടത്തേണ്ടതായിട്ട് വരും. പക്ഷേ ബാക്കി വരുന്ന 3 മുതൽ 4 ചെടികൾ നമ്മൾ നല്ല രീതിയിൽ പ്രൂൺ ചെയ്യണം. ഈ പറഞ്ഞ പോലെ ഓരോ മാസവും നമ്മൾ കൃത്യമായിട്ട് പ്രൂൺ ചെയ്യണം. അതിന്റെ കൃത്യമായിട്ടുള്ള വീഡിയോ നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മാവിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരാൻ വിട്ട് കഴിഞ്ഞാൽ വലിയൊരു മരമായി തീരുന്നതും, അതുപോലെ നമ്മൾ വളർത്താതെ പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചെറുതായിട്ട് നിർത്തി കായ്പിക്കാനും പറ്റുന്ന ഒരു സാധനമാണ് മാവ്. പക്ഷേ അതിനകത്ത് സെലക്ട് ചെയ്യുന്ന മാവുകൾ നമ്മൾ കൃത്യമായിട്ട് പ്രിക്കോഷ്യസ് ആയിട്ട് വേണം സെലക്ട് ചെയ്യാൻ. കാരണം നമുക്കിപ്പോൾ ഈ നിൽക്കുന്നത് നാംഡോക്കുമായി എന്ന് പറഞ്ഞിട്ടൊരു പ്ലാന്റ് ആണ്. നാംഡോക്കുമായി പ്ലാന്റ് തായ്ലൻഡ് വെറൈറ്റിയാണ്. തായ്ലൻഡിലത്തെ ഏറ്റവും ബെസ്റ്റ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നാംഡോക്കുമായി. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൂണിങ് ഒക്കെ കൃത്യമായിട്ട് ചെയ്യാൻ, ട്രെയിനിങ് പ്രൂണിങ് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ ചെറുതായിട്ട് നിൽക്കുന്നതായിട്ട് ഉള്ള ഒരു പ്രകൃതമാണ് നാംഡോക്കുമായിക്ക് വരുന്നത്. അപ്പൊ നമ്മൾ ഈ അൾട്രാ ഹൈ ഡെൻസിറ്റി പ്ലാന്റിങ്ങിൽ ഒരു 2 മീറ്റർ ഒരു സ്റ്റെപ്പാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. എപ്പോഴും നമ്മൾ മരത്തിനെ ഒരു 2 മീറ്ററിനേക്കാളും വീതിയിലോ അതുപോലെ തന്നെ ഉയരത്തിലോ വളരാനായിട്ട് അനുവദിക്കാൻ പാടില്ല. ആ ഒരു കാര്യം മാത്രം നമ്മൾ മൈൻഡിൽ വെച്ചാൽ മതി. ഈ 10 ചെടികൾ അല്ലെങ്കിൽ നിങ്ങൾ വെക്കുന്ന ഏതൊരു ചെടിയും ഈ 2 മീറ്റർ സ്പേസിങ്ങിൽ അധികം എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് എക്സീഡ് ചെയ്യാൻ പോവാണ് നമ്മൾ മനസ്സിലാക്കുന്ന ആ ഒരു സമയത്ത് പ്രൂൺ ചെയ്യണം. ആ ടൈമിൽ തന്നെ പ്രൂൺ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അതിനേക്കാളും കൂടുതലായിട്ട് വീതി പോവില്ല. നമുക്ക് ഈ ഒരു ഏരിയ തന്നെ നല്ല രീതിയിൽ നിൽക്കും. പിന്നെ ഒരു കാരണവശാലും 2 മരങ്ങൾ തമ്മിൽ ടച്ച് ചെയ്യാൻ പാടില്ല. അതുപോലെ 2 മരങ്ങളുടെ വളർച്ച ഈ 2 മീറ്ററിനേക്കാളും മുകളിലോട്ട് വളരാൻ വിടുന്നില്ലെങ്കിൽ ഓക്കെയാണ്. ഇപ്പം മാവുകൾ നമ്മൾ ഇപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു 1.80 സെന്റിമീറ്റർ ഏകദേശം ഹൈറ്റുള്ള മരമാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ട്രെയിനിങ് നടത്തി കഴിഞ്ഞു. ഇതിപ്പം വലിയ തൈയാണ്. പക്ഷെ നിങ്ങളിപ്പോൾ ചെറിയ തൈയാണ് വെക്കുന്നതെങ്കിൽ ഏകദേശം ഒരു 1 മീറ്റർ ഹൈറ്റിൽ തന്നെ നമ്മൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യണം. ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രൂണിങ് ആണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. നമ്മൾ നീണ്ടു വരുന്ന ഒരു മരമാണെങ്കിൽ ബ്രാഞ്ചസ് ഒന്നും വരുന്നില്ലെങ്കിൽ നമ്മൾ ഏത് ഒരു ഹൈറ്റിൽ നമ്മൾ ഫസ്റ്റ് പ്രൂണിങ് ചെയ്യുന്നോ കട്ട് ചെയ്യുന്നോ ആ ടൈമിൽ നമുക്ക് ബ്രാഞ്ച് വരും. ആ ഒരു ഫസ്റ്റ് പ്രൂണിങ്ങിനാണ് നമ്മൾ ട്രെയിനിങ് എന്ന് വിളിക്കാറ്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് പ്രൂണിങ് കൃത്യമായിട്ട് ഹൈറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ എളുപ്പമാണ് കാര്യങ്ങൾ. പിന്നെ വരുന്ന ബ്രാഞ്ചസ് ഏകദേശം 1 അടിയൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഈ പറഞ്ഞ 2 മീറ്ററിന് ഉയരത്തിലേക്ക് ഒരിക്കലും വരാത്ത രീതിയിൽ കട്ട് ചെയ്ത് പടർത്തി ബോൾ പോലെ നിർത്തുക. അപ്പോൾ ആ പറഞ്ഞ പോലെ ഈ മൂപ്പ് വരും, പക്ഷേ മരം വലുതായി പോവില്ല. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് കായ്ക്കും, കൂടുതലായിട്ട് ഫ്ലവർ ചെയ്യും. സ്ട്രെസ് കൂടുതലായിട്ട് കൂടുതലായിട്ട് ഫ്ലവർ ചെയ്യും. നമുക്ക് വലിയൊരു മരമായി കായ്ക്കുന്നതിൻ്റെ അത്രത്തോളം നമുക്ക് ഫ്രൂട്ടിങ് ഒരു മരത്തിൽ നിന്ന് കിട്ടില്ല. പക്ഷേ നമുക്കൊരു ഏരിയയിൽ നിന്ന് കൂടുതലായിട്ടുള്ള പ്രൊഡക്ഷൻ കിട്ടുന്നതായിട്ട് കണ്ടുവരും.
അപ്പോൾ നമുക്ക് മാവിനങ്ങളിൽ ഏകദേശം ഒരു 75% മാവുകളും നമുക്ക് ട്രെയിനിങ്ങും പ്രൂണിങ്ങും അണ്ടർഗോ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. ഇപ്പം നമുക്ക് തായ്ലൻഡ് ഇനങ്ങൾ പറയുവാണെങ്കിൽ ഒട്ടുമിക്ക ഇനങ്ങളും നമുക്ക് ട്രെയിനിങ്ങും പ്രൂണിങ്ങും ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ ഇന്ത്യൻ വെറൈറ്റികളിലേക്ക് വരുമ്പോൾ കുറച്ച് ഇനങ്ങൾ നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ കുറ്റിയാട്ടൂര്, ഒളോറ്, പിന്നെ നമുക്ക് അങ്ങനെ മൂവാണ്ടൻ, അങ്ങനെ കുറച്ച് മൂവാണ്ടൻ പോലും നമുക്ക് പ്രൂണിങ് ചെയ്യാം. എന്നാലും കുറച്ചും കൂടെ വലിയ മരമായി പോകാൻ ചാൻസ് ഉള്ള സാധനങ്ങൾ നമ്മൾ ഇതിനകത്ത് സെലക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ബാക്കി നമുക്ക് ഈ ഐറ്റംസ് മിക്കതും ചെയ്യാൻ പറ്റും. പക്ഷേ പ്ലാവുകളിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ തരം ഇനങ്ങളും നമുക്ക് ഇതിലേക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി വരില്ല. അപ്പോൾ രണ്ടാമത് പ്ലാവാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. പ്ലാവിൽ വിയറ്റ്നാം സൂപ്പർ എർലി തന്നെയാണ് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇതിന് പറ്റിയ സൂട്ടബിൾ ആയിട്ടുള്ള വെറൈറ്റിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. വിയറ്റ്നാം സൂപ്പർ എർലി ആകുമ്പോൾ വളരെ ചെറുതായിട്ട് നിൽക്കുന്നതാണ്. സ്പേഷ്യസ് അത് സ്പേസ് അധികം എടുക്കില്ല. ഈ പറഞ്ഞ 1 മീറ്റർ വിഡ്ത്തിനേക്കാളും കൂടുതൽ നമ്മൾ ചെറിയ പ്രൂണിങ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ പോവാതെ ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് പറ്റും. ഉയരം പക്ഷെ വെക്കുന്നതായിരിക്കും. അപ്പോൾ ഉയരം നമ്മൾ നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് ഏകദേശം ഒരു 2 മീറ്റർ മുകളിലായി കഴിയുമ്പോഴത്തെ തല കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പം മഴക്കാലമാണ്, എന്നാൽ നമ്മൾ പ്രൂണിങ് ചെയ്യാൻ പാടില്ലാത്ത ടൈമാണ്. പക്ഷെ നമുക്ക് അധികം മഴ ഇന്ന് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ ഇത് ചെറുതായിട്ട് ഏകദേശം ഈ ഹൈറ്റിൽ ഇപ്പോൾ ഏകദേശം 1.5 മീറ്റർ ഹൈറ്റായി അവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ ഇത് മുന്നേ കട്ടായി ഇരുന്നത് കൊണ്ട് ഇപ്പം നിങ്ങൾക്ക് ട്രെയിനിങ് ചെയ്തതിന് ശേഷമുള്ള വളർച്ച നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ടില്ല, കുറേ ബ്രാഞ്ചസ് അടിയിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ ട്രെയിനിങ് ചെയ്യാതെയാണ് വളരുന്നത്, ചിലപ്പോൾ നീണ്ടു പോകും. അടിയിൽ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ബ്രാഞ്ചസ് വരാൻ വേണ്ടി ചാൻസ് ഇല്ല. അപ്പോൾ അതാണ് മറ്റൊരു നമുക്കൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ട്രെയിനിങ്ങും പ്രൂണിങ്ങും ഒക്കെ ചെയ്യുന്നതിൻ്റെ. കാരണം നല്ല ഫ്രഷ് ആയിട്ട് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള ബ്രാഞ്ചസ് നമുക്ക് വരുന്നതായിട്ട് കണ്ടുവരും. പിന്നെ വിയറ്റ്നാം നമ്മൾ വാങ്ങുമ്പം ഏകദേശം ഒരു 1.5 മീറ്ററിനേക്കാൾ ഉയരത്തിലുള്ളത് വാങ്ങാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഏകദേശം ഒരു 5 അടി ആ ഒരു ഹൈറ്റ് ഉള്ളത് മാത്രം വാങ്ങുക. ഈ രീതിയിൽ വളരെ ചെറുതാക്കി നിർത്താനാണെങ്കിൽ. അതിലും വലുത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിയിൽ നിന്നൊന്നും ബ്രാഞ്ചസ് വരില്ല. നമുക്ക് ഏകദേശം ഒരു 1 മീറ്ററിനൊക്കെ മുകളിലോട്ട് മാത്രമേ ബ്രാഞ്ചസ് വരുള്ളൂ. അപ്പോൾ നമുക്ക് കാണാനുള്ള ഒരു ഭംഗി കുറവ് വരും. പിന്നെ ആ ഒരു അത്രയും 1 മീറ്റർ നമുക്ക് വേസ്റ്റ് ആയി പോകും. ഒരു 5 അടി ഹൈറ്റുള്ള പ്ലാവുകളൊക്കെ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മാവുകൾ കുഴപ്പമില്ല, മാവുകൾ നമുക്ക് കുറച്ച് താഴെ വെച്ചിട്ട് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ അടിയിൽ നിന്ന് ബ്രാഞ്ചസ് പിന്നെയും വരുന്നതായിരിക്കും. അപ്പം പിന്നെ ഈ പ്രൂണിങ്ങും ട്രെയിനിങ്ങും ഒക്കെ ചെയ്യുമ്പം മഴ ഇല്ലാത്ത ടൈമിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം പ്രൂണിങ്ങും ട്രെയിനിങ് ചെയ്യാൻ. എല്ലാ മാസവും ചെയ്യണമെന്ന് പറഞ്ഞാലും നമ്മൾ ഈ മഴക്കാലം വരുമ്പോഴത്തേക്ക് നമ്മൾ വേണമെങ്കിൽ ഒരു മാസം നമ്മൾ ഡിലേ ചെയ്ത് മഴയൊന്ന് ചെറുതായിട്ട് കുറഞ്ഞ് വെയിലൊക്കെ ഒന്ന് തെളിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം പ്ലാവുകളിൽ വിയറ്റ്നാം സൂപ്പർ എർലി, അതുപോലെ കംബോഡിയൻ ജാക്ക്, അങ്ങനെ ഒരു 2 ഇനങ്ങൾ മാത്രമേ നമുക്ക് ഇതിന് ബെസ്റ്റായിട്ട് ഷൂട്ടായെന്നുള്ള പറ്റിയ വെറൈറ്റികളുള്ളൂ. അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് വിയറ്റ്നാം സൂപ്പർ എർലി തന്നെയാണ്. ചെറിയ ചക്കയായിരിക്കും, ഏകദേശം 8 കിലോ വരെ വലിപ്പം വരുന്ന ചക്കയായിരിക്കും. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഐറ്റമാണ്. വർഷത്തിൽ 2 പ്രാവശ്യം കായ്ച്ചു കിട്ടുന്നുണ്ട്. പിന്നെ ഇതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ മാക്സിമം വെയിലുള്ള സ്ഥലം തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് തണലുള്ള സ്ഥലം ഈ പറഞ്ഞ 1 സെന്റിലോ അല്ലെ ചെറിയ സ്ഥലത്ത് ഒരു ഭാഗത്ത് തണലുള്ള സ്ഥലം വരുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പ്ലാൻ ചെയ്യാൻ ചെറിയ തണലത്ത് വെക്കാൻ പറ്റിയ ഇനങ്ങളുണ്ട്. അതും നമ്മൾ ഈ വീഡിയോ തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, ഞാൻ ഭയങ്കര റെയർ എക്സോട്ടിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ നോർമലായിട്ട് കായ്ച്ചു കിട്ടുന്ന അതുപോലെ നല്ല ടേസ്റ്റുള്ള കുറേ ഐറ്റംസ് ഉള്ള സ്ഥിതിക്ക് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യാൻ പോകുമ്പോൾ ആ സാധനങ്ങൾ മാത്രം സെലക്ട് ചെയ്യുക. എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ മൂന്നാമതായിട്ട് പറയുന്ന പേരയാണ്. അപ്പോൾ പേരയിൽ ഗ്രാഫ്റ്റ് ചെയ്ത പേരകൾ വരുന്നുണ്ട്. അതിനകത്ത് മെയിനായിട്ട് ജപ്പാൻ ഗോവയും അതുപോലെ VNR പേരയും, ഈ 2 ഇനങ്ങളാണ് ഗ്രാഫ്റ്റ് ചെയ്ത് വരുന്നത്. ബാക്കി ഇപ്പോൾ തായ് പിങ്ക് പേരയുണ്ട്, അർക്കാക്കിരൺ പേരയുണ്ട്, പിന്നെ അലഹാബാദ് സഫേദ് ഉണ്ട്. അങ്ങനത്തെ ഐറ്റംസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ലെയർ ചെയ്ത തൈകളാണ്. അപ്പോൾ കുറച്ചും കൂടെ വിഗറസ് ആയിട്ട് വളരും. അപ്പോൾ നമുക്ക് ഈ പ്രൂണിങ്ങും ട്രെയിനിങ്ങും ഒക്കെ ഈ 1 മാസം പറഞ്ഞത് പിന്നീട് കുറയ്ക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു 2 ആഴ്ചയോ 1.5 ആഴ്ചയോ കൂടുമ്പോൾ പ്രൂൺ ചെയ്താൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉള്ളൂ. അപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റഡ് തൈകൾ വാങ്ങുന്നത് കൊണ്ട് നമുക്ക് ഈ കാര്യം പേടിക്കാനില്ല. വളരെ സ്ലോ ആയിട്ടുള്ള ഗ്രോത്ത് ആണ്. ജപ്പാൻ പേരയാണെങ്കിൽ കായ്ക്കാൻ ഏകദേശം 1.5 മുതൽ 2 കൊല്ലം വരെ എടുക്കും. പക്ഷേ നമുക്ക് VNR പേരയാണെങ്കിൽ നമുക്ക് ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ കായ്ച്ചു കിട്ടും. ഈ 2ൻ്റെ ക്വാളിറ്റീസ് ജസ്റ്റ് ഒന്ന് പറയാം. നമ്മുടെ ജപ്പാൻ പേരയാണെങ്കിൽ ഉള്ളിൽ റെഡ് കളർ ആയിരിക്കും, സീഡ് കുറവായിരിക്കും, ഏകദേശം ഒരു 300 ഗ്രാം 350 ഗ്രാം വരെ വലിപ്പം വരാറുണ്ട്. VNR പേരയാണെങ്കിൽ കുറേയും കൂടെ വലിപ്പം വരും, 1/2 കിലോയ്ക്ക് മുകളിൽ വരെ വലിപ്പം വരുന്നുണ്ട്. കുരു കുറവായിരിക്കും, വൈറ്റ് കളറായിരിക്കും. ജപ്പാൻ പേരേനേക്കാളും കുരു ഉണ്ടാവും, നല്ല വൈറ്റ് കളറായിരിക്കും. രണ്ടും നല്ല ക്രിസ്പി, നല്ല സ്വീറ്റ്, നല്ല ടേസ്റ്റുള്ള 2 പേര ഇനങ്ങളാണ്. അപ്പം ഗ്രാഫ്റ്റ് തന്നെ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പേരകളാകുമ്പോൾ നമ്മൾ ഈ രീതിയിൽ പ്രൂണിങ്, ഈ 2 ഇനങ്ങളാണെങ്കിൽ ഇത്രയും ഈ പറഞ്ഞ ആദ്യത്തെ ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് മാത്രമേ ആദ്യം പ്രൂൺ ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ. കാരണം ഇതിൻ്റെ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ടു വന്ന് ഒരു പൊളഞ്ഞുള്ള വളർച്ചയാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 6 മാസം പ്രായമുള്ള തൈയാണ്. എന്നിട്ടും ഈ ഏകദേശം പറഞ്ഞ ഒരു 3.5-4 അടി ഹൈറ്റ് മാത്രമേ ആയിട്ടുള്ളൂ ജപ്പാൻ പേരയ്ക്ക്. അപ്പോൾ അതാണ് ഈ ഗ്രാഫ്റ്റ് ചെയ്ത പേരകളുടെ ഒരു വ്യത്യാസം. അപ്പോൾ പേരകളിൽ നമുക്ക് നമ്മുടെ ക്ലൈമറ്റ് നല്ല സ്യൂട്ടാവുന്നതും പിന്നെ നല്ല വെയിലുള്ളിടത്ത് വെച്ച് കൊടുക്കുക, വെള്ളം അധികം ആവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ചെറിയൊരു ഏരിയയിൽ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഐറ്റമാണ്. ഈ പറഞ്ഞ 2 മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡിലോട്ടും ആ ഒരു ഏരിയ കൂടുതൽ വളരുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ പ്രൂൺ ചെയ്താൽ മതി. ആ ഒരു ചെറിയൊരു കാര്യം മാത്രം ചെയ്താൽ മതി. പേരയുടെ കേസിൽ ഇപ്പം മാവിൻ്റെയോ പ്ലാവിൻ്റെയോ പറഞ്ഞ പോലെ അത്രയ്ക്ക് നമ്മൾ ചിന്തിച്ചതിൻ്റെ പുറകെ നടക്കേണ്ടതായിട്ട് വരില്ല. പിന്നെ ഈ തൈകളൊക്കെ നടുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ വളമിട്ട് കൊടുക്കണം. ചാണകപ്പൊടി, എല്ലുപൊടി. ചാണകപ്പൊടി നമുക്ക് പറ്റുമെങ്കിൽ ഒരു 10 കിലോ വരെ ഇടുന്നത് നല്ലതാണ്, ഉണങ്ങിയ ചാണകം. അതുപോലെ തന്നെ 1 കിലോ എല്ലുപൊടിയും. നമ്മൾ എടുക്കുന്ന കുഴി ഏകദേശം 1.5 മീറ്റർ അല്ല 1.5 അടി വലുപ്പമുള്ളതായിരിക്കണം.
പിന്നെ വലിപ്പമുള്ള കവറിലുള്ള വലിയ തൈകൾ വെക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ചും കൂടെ ഏരിയ കൂട്ടിയുള്ള കുഴി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം നാലാമതായിട്ട് സപ്പോട്ട അല്ലെ ചിക്കു എന്ന് പറയുന്ന ഐറ്റമാണ്. നമ്മുടെ ക്ലൈമറ്റ് നന്നായിട്ട് സൂട്ടബിൾ ആവുന്ന വെറൈറ്റിയാണ്. ഇത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ വെറൈറ്റി സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ കൃത്യമായിട്ട് ചിന്തിക്കണം. ബനാന സപ്പോട്ട, തായ് ലോങ് സപ്പോട്ട, ഇത് തായ് ജംബോ സപ്പോട്ടയാണ്. ഇങ്ങനത്തെ ഏതെങ്കിലും വെറൈറ്റി സെലക്ട് ചെയ്യുക. ഇതാണ് നമുക്ക് കുറച്ചും കൂടെ ഷോർട്ടായിട്ട് ഡ്വാർഫായിട്ട് നിൽക്കുന്ന ഇനങ്ങൾ. ഇപ്പം നമ്മൾ PKM1, കളിപ്പെട്ടി പോലുള്ള ഐറ്റംസ് ആണ്. പെട്ടെന്ന് വളർന്ന് വലിയ മരം പോലെ ആയി വരും. ഒന്നുമില്ലെങ്കിൽ കുറച്ച് കാലം കൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടും. കാരണം നമ്മൾ വളരെയധികം പ്രൂണിങ് ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ അത്രയ്ക്ക് പ്രശ്നമില്ല. ഇതിങ്ങനെ ഈ ഒരു രീതിയിലാണ് വളർച്ച. ഇതിപ്പോൾ നമുക്ക് ഏകദേശം 7 അടിയൊക്കെ ഹൈറ്റ് ഉള്ളതാണ്. ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഏകദേശം ഒരു 1.5 മീറ്റർ ഹൈറ്റിൽ വെച്ചിട്ട് കട്ടാക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ തായ് ജംബോയോ ബനാന സപ്പോർട്ടോ എടുക്കുകയാണെങ്കിൽ കുറച്ച് ചെറുത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഏകദേശം 1 അടി മുതൽ ഒരു 3 അടിയൊക്കെ ഹൈറ്റ് ഉള്ളത് മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അടിയിൽ നിന്ന് ബ്രാഞ്ചസ് നിലനിർത്തിക്കൊണ്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സപ്പോർട്ടിങ് നമുക്ക് അടിയിൽ നിന്ന് മുതലേ ബ്രാഞ്ചസ് വരില്ല. വിയറ്റ്നാം പ്ലാവ് പറഞ്ഞ പോലെയാണ്. നമുക്ക് ഏകദേശം ഒരു കട്ട് ചെയ്തതിൻ്റെ ഒരു 2 അടിയൊക്കെ വലുപ്പത്തിലാണ് നല്ല രീതിയിൽ ബ്രാഞ്ച് വരിക. അപ്പോൾ ഭംഗിക്കുറവൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ള പ്ലാന്റ് മാത്രം, അല്ലെങ്കിൽ ചെറിയ തൈകൾ മാത്രം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക സപ്പോർട്ടയുടെ കേസ്. അടുത്തായിട്ട് ജബോട്ടിക്കാബയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ജബോട്ടിക്കാബ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഹൈബ്രിഡ് വെറൈറ്റികളാണ്. വളരെ ചെറുതായിട്ട് നിന്ന് പെട്ടെന്ന് കായ്ച്ച് കിട്ടുന്ന ഐറ്റമാണ്. നമ്മുടെ മരമുന്തിരി എന്ന് പേരുണ്ട്. മുന്തിരിങ്ങയുടെ അതേ ടേസ്റ്റിൽ തടിയിൽ ഒട്ടിപ്പിടിച്ചിട്ടാണ് ഇത് നിറച്ച് കായ്ച്ച് കിട്ടുക. അപ്പോൾ അതിൽ നമുക്ക് ഈ 3 വെറൈറ്റികളാണ്, എസ്കാർലറ്റ്, റെഡ് ഹൈബ്രിഡ്, പ്രിക്കോഷ്യ. 3 ഇനങ്ങളും നമ്മൾ സൂട്ടബിൾ ആണ്. പക്ഷേ നമുക്ക് വളരെ ചെറിയ ഏരിയ ആണെങ്കിൽ നമുക്ക് എസ്കാർലറ്റ് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പക്ഷേ കൂടുതലായിട്ട് പ്രൊഡക്ഷൻ അതുപോലെ തന്നെ വലിപ്പം കൂടിയ ഫ്രൂട്ടൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ റെഡ് ഹൈബ്രിഡും പ്രിക്കോഷ്യയാണ് കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ ഈ വീഡിയോയിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ 100% നമുക്ക് വളരെ ചെറിയ സ്ഥലത്ത് നമുക്ക് പരിമിതപ്പെട്ട് വളർത്തുന്നവർക്കുള്ള കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്പേസ് ഉണ്ട് എന്നൊക്കെയാണ് നിങ്ങളുടെ കൺസിഡറേഷൻ എങ്കിൽ നമുക്ക് ഈ പറഞ്ഞ വെറൈറ്റികളല്ല കുറച്ചുകൂടെ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ഞങ്ങൾ വീഡിയോയിൽ നമ്മുടെ യൂട്യൂബിൽ ചെയ്തിട്ടുള്ള ബാക്കി വീഡിയോസ് നിങ്ങൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പേരയിലത്തെ ഒരു ഫുൾ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, മാവിലത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് വെറൈറ്റി ഏതാണെന്ന് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസും കൂടെ കണ്ടിട്ട് മാത്രം സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ജബോട്ടിക്കാബ എസ്കാർലറ്റിൻ്റെ ചെടി. ഏകദേശം ഒരു 5 വർഷം പ്രായമുള്ളതാണ്. 5.5 വർഷമായിട്ടുണ്ടാകും. 5 വർഷം പ്രായമുള്ളതാണ്. വർഷത്തിൽ എല്ലാ ടൈമിലും കായ്ക്കും. ഇപ്പം നിറച്ച് മൊട്ടിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് തടിയെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ എല്ലാം ഇതിൻ്റെ മൊട്ടുകൾ കാണാം. നിറച്ച് മൊട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 1.5 മാസം കൊണ്ടൊക്കെ നമുക്ക് ഫ്രൂട്ടായിട്ട് വലിപ്പം വെച്ച് തുടങ്ങും. അപ്പോൾ ഇതാണ് എസ്കാർലറ്റ്. അതുപോലെ റെഡ് ഹൈബ്രിഡ് പ്രിക്കോഷ്യയാണ്. ഇതിൻ്റെ ഏകദേശം ഒരു ഡബിൾ രീതിയിലാണ്, ഇതിൻ്റെ ഒരു ഡബിൾ വളർച്ച ഉണ്ടാകുന്ന രീതിയിലാണ്. അതിൻ്റെയൊക്കെ ഏകദേശം ഒരു 5 കൊല്ലം കൊണ്ട് ഏകദേശം ഒരു 6-7 അടി ഹൈറ്റ് റെഡ് ഹൈബ്രിഡ് ആണെങ്കിലും പ്രിക്കോഷ്യ ആണെങ്കിലും വെക്കും. ഇത് നമുക്കിപ്പോൾ ഏകദേശം ഒരു 3.5-4 അടി മാത്രമേ ഹൈറ്റ് ആയിട്ടുള്ളൂ. അതുപോലെ ചെറിയ ചട്ടിയിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ റൂട്ട് ഏരിയ വളരെ കുറവാണ്. വളരെ ചെറിയ റൂട്ട്സ് ആണ്. കുറച്ച് റൂട്ട് മാത്രമേ വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വളരെ ചെറിയൊരു ഏരിയ അല്ലെങ്കിൽ ചെറിയൊരു പിറ്റിൽ തന്നെ ഇതിൻ്റെ വേര് മൊത്തം നിൽക്കുന്നതായിട്ടും കണ്ടുവരും. ഇനി കിടങ്ങോ മതിലോ എന്തെങ്കിലും സൈഡിലുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് വെക്കാൻ പറ്റിയൊരു ഇനം തന്നെയാണ് ഈ ജബോട്ടിക്കാബയുടെ എസ്കാർലറ്റ് വെറൈറ്റി. അടുത്തവരെ സ്വീറ്റ് ക്യാരംബോള അല്ലെ സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറഞ്ഞ ഐറ്റമാണ്. ഇതാണ് അതിൻ്റെ തൈകൾ നിൽക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന് കായ്ക്കും. നമുക്കൊരു 2-3 മാസം കൊണ്ട് തന്നെ പൂവിട്ട് തുടങ്ങുന്ന വെറൈറ്റിയാണ്. ഗ്രാഫ്റ്റഡ് ആണ്. വളരെ ചെറുതായിട്ട് നിൽക്കും. പക്ഷേ നമ്മൾ ഇതിൻ്റെ ചിലപ്പം ഉള്ള വളർച്ച നീണ്ടു പോകുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് പ്രൂൺ ചെയ്യണം. ഇവിടെ ഒരു തൈ കാണാം. ഇതും അതേ അതിൻ്റെ കൂടെ ഉള്ള തന്നെ കുറച്ചുകൂടെ പ്രായമുള്ള തൈ. അപ്പോൾ ഇതിപ്പോൾ ഈ ഹൈറ്റ് എത്തി. അപ്പം കുറച്ചുകൂടെ ഹൈറ്റ് എത്തിയായിരുന്നു. അപ്പം പക്ഷേ ഇവിടെ വെച്ച് കട്ട് ചെയ്തപ്പോൾ നല്ല രീതിയിൽ തളിരും ബ്രാഞ്ചസും വരാൻ തുടങ്ങി. അപ്പോൾ ആ രീതിയിൽ കട്ട് ചെയ്ത് വളർത്താൻ വേണ്ടിയിട്ട് നല്ലൊരു ഫ്രൂട്ട് ഐറ്റംസ് തന്നെയാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ലോങ്ങനാണ്. അപ്പം ലോങ്ങനിൽ തന്നെ നമുക്ക് ചെറുതായിട്ട് വളരുന്നതിനകത്ത് 2-3 കാറ്റഗറികളുണ്ട്. ഒന്ന് വൈറ്റ് ലോങ്ങനാണ്, അതുപോലെ റൂബി ലോങ്ങനുണ്ട്, പിങ്ക് പോങ് ലോങ്ങനുണ്ട്. അതൊക്കെയാണ് നമുക്ക് കുറച്ച് ചെറിയ രീതിയിൽ നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഡയമണ്ട് റിവർ ലോങ്ങൻ എടുക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ ഷൂട്ട് ആവില്ല. പ്രൂണിങ് ചെയ്താൽ പോലും നമുക്ക് ആ രീതിയിൽ അത്രയും ചെറുതാക്കി നിർത്താനായിട്ട് പറ്റില്ല. നിങ്ങൾ ലോങ്ങൻ സെലക്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് വൈറ്റ് ലോങ്ങൻ അല്ലെങ്കിൽ പിങ്ക് പോങ് ലോങ്ങൻ മാത്രം സെലക്ട് ചെയ്യാൻ പറ്റും, ശ്രദ്ധിക്കുക. അതുപോലെ ഇതൊക്കെ നമുക്ക് ചട്ടി വെച്ച് വരെ കായ്പ്പിക്കാൻ പറ്റുന്ന ഇനങ്ങളാണ്. വളരെ ചെറുതായിട്ട് 1.5 കൊല്ലം കൊണ്ടൊക്കെ പൂവിട്ട് തുടങ്ങും. 2-2.5 കൊല്ലം കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഫ്രൂട്ട് ആയിട്ട് തുടങ്ങുന്ന ഇനങ്ങളാണ് ഈ വൈറ്റ് ലോങ്ങനൊക്കെ. അപ്പം നിങ്ങൾക്ക് ഇത് വെയിലുള്ള സ്ഥലവും നമുക്ക് ഈ വളരെ ചെറിയ ചുരുക്കം സ്ഥലത്ത് കായ്ച്ച് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഒരു ഫ്രൂട്ട് വെറൈറ്റി തന്നെയാണ് ഈ പറഞ്ഞ വൈറ്റ് ലോങ്ങൻ എന്ന് പറയുന്ന ഐറ്റം. ഇതൊക്കെ ഇപ്പം വൈറ്റ് ലോങ്ങന്റെ ഫ്ലവർ ചെയ്ത ഐറ്റംസ് ആണ്. ഇതൊക്കെ നമ്മൾ ഈ തൈകളുടെ കൂടെ തന്നെ ഇരിക്കുന്ന ഐറ്റമാണ്. ഇത് പൊതുവേ നമുക്ക് നോർമൽ ലോങ്ങൻ നിങ്ങളെക്കാളും കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള വെറൈറ്റിയാണ് വൈറ്റ് ലോങ്ങനൊക്കെ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അടുത്തായിട്ട് ചെറി വെറൈറ്റികളാണ്. ചെറിയിൽ കുറേ ഇനങ്ങളുണ്ട്. നമുക്ക് മിക്ക ഇനങ്ങളും ഈ ചെറിയ ഏരിയയിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റിയ ഐറ്റമാണ്. നമുക്ക് കായ്ക്കാൻ ഏകദേശം ഒരു 2.5 മുതൽ 3-3.5 കൊല്ലം വരെ വെറൈറ്റിക്ക് അനുസരിച്ച് എടുക്കും. ഇതിപ്പോൾ സിൽഡാർക്ക് ചെറിയ എന്ന് പറഞ്ഞ ഐറ്റമാണ്. ഇതൊക്കെ കായ്ക്കാൻ 1.5 മുതൽ 2 കൊല്ലം വരെ മാത്രമേ വേണ്ടൂ. സീഡ്ലിംഗ് തന്നെ. ഇതിന്റെ ഗ്രാഫ്റ്റഡും ഉണ്ട്. ഗ്രാഫ്റ്റഡ് ആകുമ്പോൾ ഇത്ര പോലും വളർച്ച വരില്ല. പിന്നെ നമുക്ക് ഇത് ബ്ലാക്ക് സുറിനാം ചെറി ഉണ്ട്. റെയിൻ ഫോറസ്റ്റ് പ്ലം നമുക്ക് ഇതിന് അത്ര സൂട്ടബിൾ ആയിട്ട് വരില്ല. അതുപോലെ ഗ്രൂമിച്ചാമി അത്ര പറ്റില്ല. പിന്നെ നമുക്ക് സ്വീറ്റ് ലൂവി ഉണ്ട്. സ്വീറ്റ് ലൂവിയും നമുക്ക് ഈ ചെറിയ ഏരിയയിൽ പ്ലാന്റ് ചെയ്ത് കായ്പ്പിച്ചെടുക്കാൻ വേണ്ടി സൂപ്പർ ഐറ്റം തന്നെയാണ്.
അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ 2-3 വെറൈറ്റിക്കുള്ളിൽ നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ചെറികളിലെ ഏറ്റവും മധുരമുള്ള മറ്റു വെറൈറ്റി കൂടെ റിയോ ഗ്രാൻഡ് ചെറി ഓഫ് റിയോ ഗ്രാൻഡ് എന്ന് പറയും. അതും ഈ രീതിയിൽ തന്നെ വളരെ ചെറുതായിട്ട് പ്രൂണിങ് ഒന്നും ചെയ്യാതെ തന്നെ ഒരു ഷ്രബായിട്ട് അടിയുന്ന നമുക്ക് വളർന്നു വന്ന് പടർന്നു വന്ന് കായ്ക്കുന്ന ഐറ്റം തന്നെയാണ്. അതൊരു 3 കൊല്ലം കൊണ്ട് കായ്ച്ചു കിട്ടുന്ന വെറൈറ്റിയാണ്. കുറച്ചും കൂടെ ഐറ്റംസിനെ പരിചയപ്പെടുത്താം. ഒന്ന് ബേറാപ്പിൾ ആണ്. ബേറാപ്പിൾ നമുക്ക് ചെറിയ രീതിയിൽ വളർന്ന് കായ്ക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്. പക്ഷേ കുറച്ച് കാലക്രമേണ അത് വളർന്ന് പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിൽ കണ്ട് ഈ പറഞ്ഞ 2 മീറ്റർ പ്രിൻസിപ്പിൾ മനസ്സിൽ വെച്ചോ. ആ ഒരു വലുപ്പത്തിനേക്കാളും ഒരു 2 മീറ്റർ എത്തുന്നതിന് തൊട്ട് മുന്നേ പ്രൂണിങ് ചെയ്യുക. അപ്പോൾ അടിയിൽ നിന്ന് കുറേ ബ്രാഞ്ചസ് വരും. അതിനെ മാത്രം നിലനിർത്തും. ആ രീതി മാത്രം നിങ്ങൾ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. പിന്നെ രണ്ടാമത്തത് നമുക്ക് ഗോൾഡൻ സീതാഫൽ വരും. ഗോൾഡൻ സീതാഫൽ എന്ന് പറഞ്ഞാൽ സീതാപ്പഴത്തിൽ കുറേ ഇനങ്ങളുണ്ടെങ്കിലും ഗോൾഡൻ സീതാഫൽ നമുക്ക് ഈ ഒരു പരിമിതപ്പെട്ട രീതിയിൽ വളർന്ന് കായ്ച്ചു കിട്ടുന്ന ഐറ്റമാണ്. ഒരു 1.5 കൊല്ലം കൊണ്ട് തന്നെ ഇത് പൂവിട്ട് കായ്ക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. വലുപ്പമുള്ള സീതാപ്പഴമാണ്, മഞ്ഞ കളറുള്ള ഫ്രൂട്ടാണ്, നല്ല ടേസ്റ്റുള്ള ഐറ്റമാണ്. പിന്നെ നമുക്ക് ഓറഞ്ച് വെറൈറ്റി ഇല്ല, ഇപ്പം ബുഷ് ഓറഞ്ച്, പിന്നെ ലെമൺ നമ്മുടെ തായ്ലൻഡ് പുതിയ ലെമൺ ഉണ്ട്, തായ്ലൻഡ് ലെമൺ, ഓൾ സീസൺ ലെമൺ എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട്. പിന്നെ കുംക്വാറ്റ് ഓറഞ്ച് ഉണ്ട്, പിന്നെ മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ട്. ഇതൊക്കെ നമുക്കൊരു സ്റ്റെപ്പിനി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. നമുക്ക് ഈ വളരെ ചെറിയ ഏരിയയിൽ നമുക്ക് വെച്ച് കായ്പ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇതിനകത്ത് ഇപ്പം പ്രൂൺ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ഐറ്റംസ് ഒക്കെ മറ്റേ നമ്മൾ ഈ ജബോട്ടിക്കാവ് പോലെ ചെറുതായിട്ട് നിൽക്കുന്ന ഇനങ്ങളെ വെച്ച് നോക്കുമ്പോൾ കൂടുതലായിട്ട് ഏരിയ അക്കോമഡേറ്റ് ചെയ്യും. പക്ഷേ നമ്മൾ ഈ ചെറുതും വലുതും കൂടെ മിക്സ് ആക്കി വെക്കുമ്പോൾ ഈ ഒരു സെന്റിൽ നമുക്ക് സുഖമായിട്ട് 10 എണ്ണം നമുക്ക് സുഖമായിട്ട് വെക്കാൻ പറ്റുന്നതാണ്. ശരിക്കും 12 എണ്ണം വരെ വെക്കാം. പക്ഷെ നമ്മൾ ഈ കുറച്ചും കൂടി വലിയ തൈകൾ ഉള്ളതുകൊണ്ട് നമ്മൾ 10 എണ്ണം കൺസിഡർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഓറഞ്ചിൽ വരുമ്പോഴത്തേക്ക് ഈ പുളിയുള്ളതുണ്ടാവാം. ഇപ്പം തായ്ലൻഡ് ലെമൺ എന്ന് പറയുന്നത് പുളിയാണ്. പക്ഷെ നമുക്ക് ഒരു വീട്ടിലേക്കുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ട് ബെസ്റ്റാണ്. അച്ചാറിടാനും നാരങ്ങ വെള്ളം എടുക്കാനും ഒക്കെ നല്ലതാണ്. അല്ല ബുഷ് ഓറഞ്ചും പുളിയാണ്. പിന്നെ മിറാക്കിൾ ഫ്രൂട്ടിന്റെ ഗുണം നമുക്കറിയാം. അത് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് കഴിച്ചാലും മധുരമായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്കൊരു എക്സൈറ്റ്മെന്റിന് അല്ലെങ്കിൽ നമുക്ക് ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് വെക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. പിന്നെ ഇതിനകത്ത് ഞാൻ കുറേ ഐറ്റംസ് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ചാമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൂണിങ്ങിന് നമ്മൾ ഈ ചെറിയൊരു ഏരിയയിൽ നിലനിർത്താൻ പറ്റില്ല. കാരണം കുറച്ച് വലിയ മരമായി പോവുക. ഏതൊക്കെ രീതിയിൽ നമ്മൾ പ്രൂൺ ചെയ്യാന്ന് വെച്ചാലും നമുക്ക് നടക്കില്ല. വിഗറസ് ഗ്രോത്താണ്. പിന്നെ റംബൂട്ടാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ വളരുന്ന അബിയു ഒഴിവാക്കിയിട്ടുണ്ട്. അത് നല്ല ഫ്രൂട്ടുകളാണ്. പക്ഷേ നമുക്ക് ഇത്രയും ചെറിയൊരു ഏരിയയിൽ നമുക്കത് വെക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ കുറച്ചും കൂടെ വലുപ്പമുണ്ട്. ഒരു 2.5 സെന്റ് അല്ലെങ്കിൽ 3 സെന്റ് ഒക്കെ വലുപ്പമുണ്ട് ഏരിയ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് അതൊക്കെ കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ വെക്കാന്നേ ഉള്ളൂ. കാരണം ഈ കുറേ ആൾക്കാരുടെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഈ ചെറിയൊരു ഏരിയയിൽ എനിക്ക് 1 സെന്റേ ഉള്ളൂ, എനിക്ക് 1/2 സെന്റേ ഉള്ളൂ, എനിക്ക് ഏതെങ്കിലും ഒരു ചെടി വെക്കാൻ പറ്റുമോ? പക്ഷെ ഒരു ചെടിയല്ല, നിങ്ങൾക്ക് 5ഉം 10ഉം ചെടി വെക്കാം. പക്ഷേ അതിൻ്റെ പുറകെ നടക്കണം, നമുക്ക് അതിൻ്റെ രീതി ചെയ്യാനുള്ള മനസ്സുണ്ടാവണം. എന്നാൽ നമുക്ക് ഇത്രയും ചെടികൾ ഈ വളരെ സ്മോൾ ഏരിയയിൽ നമുക്ക് വളർത്തി കായ്പ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റുമെന്നാണ് ഈ വീഡിയോയിൽ കൂടെ ഞങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മറ്റ് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് അത് രേഖപ്പെടുത്താം. അതുപോലെ വാട്സപ്പിൽ കൂടി നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാം. പിന്നെ നമ്മൾ നഴ്സറി വരുന്നത് കണ്ണൂർ ജില്ലയിൽ പരിയാരം മെഡിക്കൽ കോളേജിനടുത്ത് കോരമ്പിടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നഴ്സറിയുടെ പേര് അനന്തക്കാട്ട് ഹൈടെക് ഫാം ആൻഡ് നഴ്സറി എന്നാണ്. നമ്മൾ കേരളത്തിലൊട്ടാകെ ഡെലിവറി നടത്തുന്നുണ്ട്. ഫ്രീ ഡെലിവറിയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് മിനിമം ഒരു 2500 രൂപയുടെ ഓർഡറാണ് ഈ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നത്. ഫ്രൂട്ട് പ്ലാന്റ്സിന്റെ എല്ലാ തൈകളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലെ മറ്റൊരു കിടിലൻ വീഡിയോ ആയി അടുത്ത പ്രാവശ്യം വരുന്നവരെ ബൈ ബൈ.